അപ്പോൾ എന്നോട് അടുത്തൊരു മ്യൂസിക് ഡയറക്ടറുടെ അടുത്ത് കഥ പറയണമെന്ന് പറഞ്ഞിരിക്കുമ്പോൾ ഞാൻ ഒന്നുകൂടി ഒന്ന് ട്രൈ ചെയ്യാന്നുള്ള ഒരു ക്രിസ്റ്റോനെ ഒന്നുകൂടി ട്രൈ ചെയ്യാന്നുള്ളൊരു സംഭവത്തിൽ അങ്ങനെ അതുലിൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ക്ലോസ് ഫ്രണ്ടാണ് ക്രിസ്റ്റോ. അപ്പോൾ അങ്ങനെ ഞാൻ ക്രിസ്റ്റോനെ കാണാമെന്ന് പറയുന്നു. അപ്പോൾ ക്രിസ്റ്റോനോട് പറഞ്ഞു ബ്രോ അത് നടക്കില്ല അത്. ഞാൻ പറഞ്ഞിടൂ താൻ ചുമ്മാ കേൾക്ക്, ഒരു 10 മിനിറ്റ് തനിക്ക് താൻ ചുമ്മാ കേൾക്കെന്ന് പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ ടർബോ ഒക്കെ ഇറങ്ങി കുറേ കഴിഞ്ഞിട്ട് ഇതിൻ്റെ റിലീസുള്ളൂ. അത് ഇനി ടൈമുണ്ട് ഇഷ്ടം പോലെ. ആണോ ഓക്കെ, എന്നാൽ രാത്രി 12 മണിക്കാണ് എന്നെ വിളിക്കുന്നത്. അപ്പം ഞാൻ അതിലും കൂടിയാണ് പോയത്. അതിലൂടെ പോയി ഞാൻ നറേറ്റ് ചെയ്ത്. അപ്പം ഞാൻ പറഞ്ഞു ഇത് ചുമ്മാ ഒന്ന് കേൾക്ക്, താൻ പിടിക്കൊന്നും വേണ്ട ചുമ്മാ കേൾക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ നറേഷൻ കഴിയതും പുള്ളിക്ക് പരിപാടി വർക്കായി. പിന്നെ ടൈമും ലൈക്ക് ടർബോ കഴിഞ്ഞിട്ട് ടൈം ഉണ്ടായിരുന്നു. അങ്ങനെ ഷൂട്ട് തുടങ്ങുമ്പോഴത്തേക്കും ക്രിസ്റ്റോ ഇന്നായി. അപ്പോഴും നമ്മൾ പാട്ടോ കാര്യങ്ങളോ ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. മെയ്യിലാണ് ഷൂട്ട് തുടങ്ങുന്നത്. മെയ് ലാസ്റ്റായിട്ട് വരും. അപ്പോൾ അങ്ങനെ ഒരു ജൂണിൻ്റെ ഒരു മിഡൊക്കെ 10-20 ദിവസം ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ക്രിസ്റ്റോ ലൊക്കേഷനിലേക്ക് ക്രിസ്റ്റോയെ വിളിച്ചു. ക്രിസ്റ്റോയ്ക്ക് ഈ ലൊക്കേഷനൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തു. അവൻ ഷൂട്ടിങ് സീനുകൾ കാണുന്നുണ്ട്. പുള്ളി ഇടയ്ക്കിടയ്ക്ക് വരും ലൊക്കേഷനിൽ. അപ്പോൾ ഇതിൻ്റെ പരിസരവുമായിട്ടും ഒക്കെ അവന് ഒരു ഇത് ഷൂട്ടിംഗ് ടൈമിലേക്ക് കിട്ടി അവന്. അപ്പം പിന്നെ സീനുകൾ അവൻ അയച്ചു കൊടുത്തു. ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇതുവരെ 20 ദിവസത്തെ സീൻസൊക്കെ അവൻ അയച്ചു കൊടുത്തു. അപ്പോൾ അവൻ വീണ്ടും ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് അവനൊരു തീം അയച്ചു. ആ തീമാണ് ഇന്ന് പടത്തിലുള്ളത്. ആക്ച്വലി ആ തീം നമുക്ക് ഭയങ്കര ഉപകാരപ്പെട്ടിട്ടുണ്ട് ഷൂട്ട് ചെയ്യുമ്പോഴും ഒക്കെ ആയിട്ട്. ആ തീം കിട്ടി ഓക്കെയാണ് പടം. പിന്നെ എല്ലാവർക്കും ഒരേപോലെ വർക്ക് ചെയ്യും. അപ്പം പുള്ളിക്ക് ആ ചുറ്റുപാടുമായി ബ്ലെൻഡ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ആ ഒരു പരിപാടി കിട്ടി എന്നുള്ളതാണ്. ഇപ്പോഴും ആദ്യ സിനിമ സ്വപ്നം കണ്ടുകൊണ്ട് ഊബർ ഓടിയിട്ടും അല്ലെങ്കിൽ സ്വിഗ്ഗിയിലും സൊമാറ്റോയിലും ഡെലിവറി ബോയ് ആയിട്ടും രാത്രി അത് ചെയ്തും രാവിലെ സ്ക്രിപ്റ്റ് വർക്കൊക്കെ ചെയ്യുന്ന ഒരുപാട് അപ്കമ്മിങ് ഫിലിം മേക്കേഴ്സ് ഇപ്പോഴും കൊച്ചിയിൽ നിറയുണ്ട്. അല്ലെങ്കിൽ ഇപ്പോഴും കൊച്ചിയിലേക്ക് എല്ലാ ദിവസവും 5 ചെറുപ്പക്കാർ വരുന്നുണ്ടെങ്കിൽ അവരുടെ 3 പേരുടെയെങ്കിലും മനസ്സിൽ സിനിമയുണ്ടാവും. അത് ബാക്കിയൊക്കെ പ്ലാൻ ബി ആയിട്ടാണ് അവർക്കുള്ളത്. അവർ എന്തിലാണ് വിശ്വസിക്കേണ്ടത്, അല്ലെങ്കിൽ അവരുടെ പ്ലാൻ എന്തായിരിക്കണം? അവരുടെ പ്ലാൻ ഞാൻ പറഞ്ഞ ഒരു സെൽഫ് കോൺഫിഡൻസ് തീർച്ചയായിട്ടും വേണം. പിന്നെ കണ്ടൻറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുക. നമ്മളെ എന്തൊക്കെ പറഞ്ഞാലും എല്ലാവരും അട്രാക്റ്റ് ചെയ്യുന്ന കണ്ടൻറ്റാണ്. അപ്പം എൻ്റെ ഒരു പേഴ്സണൽ ലൈഫിൽ നിന്ന് ഞാൻ മനസ്സിലാക്കി എന്നെ കണ്ടിട്ടെല്ലാവരും ഈ സിനിമ ഞാൻ തീരുമാനിച്ചത്. ആർട്ടിസ്റ്റുകളാണെങ്കിലും പ്രൊഡക്ഷൻ കമ്പനി ആണെങ്കിലും ഞാൻ ഉണ്ടാക്കിയ കണ്ടൻറ്റാണ്. അപ്പം കണ്ടൻറ്റിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക നമ്മളെ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുക, ലേൺ ചെയ്തുകൊണ്ടിരിക്കുക. മാക്സിമം ഫൈനസ്റ്റ് ആയിട്ടുള്ള നമ്മളിപ്പോൾ ഒരു ജോണർ എടുത്തു. അപ്പോൾ എനിക്ക് ആ ജോണർ എടുത്തിട്ട് ആ സിനിമ നമ്മൾ ആ ജോണറുമായി ബന്ധപ്പെട്ടിട്ട് ലോകത്തിറങ്ങിയിട്ടുള്ള സിനിമകളൊക്കെ ഒന്ന് കാണാൻ ശ്രമിക്കുക. നമ്മളെവിടെ നിൽക്കുന്നു എന്ന് മനസ്സിലാവും. അങ്ങനെ ഒരു എക്സാമ്പിൾ എന്ന് വെച്ചാൽ ചില പ്രാക്ടീസ് നമ്മൾ ചെയ്തു നോക്കുക. അതായത് നമ്മളെവിടെയാണ് സ്റ്റാൻഡ് ചെയ്യുന്നത്, എൻ്റെ കഥ എവിടെയാണ് സ്റ്റാൻഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മലയാളത്തിൽ മാത്രമല്ല മറ്റു ലാംഗ്വേജിലൊക്കെ ആ ജോണറിൽ ഇതേപോലത്തെ ഡ്രാമകൾ ഇറങ്ങിയിട്ടുള്ള മറ്റ് സിനിമകളും നമ്മളായിട്ടൊരു താരതമ്യം നമ്മൾ കണ്ടൻറ്റ് നന്നാക്കാൻ എടുക്കുന്നത്. അപ്പോൾ മാക്സിമം സ്ക്രീൻ പ്ലേയിൽ ഇൻവെസ്റ്റ് ചെയ്യുക, സ്ക്രീൻ റൈറ്റിങ്ങിൽ ഇൻവെസ്റ്റ് ചെയ്യാനേ ഞാൻ പറയുള്ളൂ. കണ്ടൻറ്റ് നിങ്ങളെ കണ്ടൻറ്റ് അടിപൊളിയാക്കുക. എനിക്ക് തോന്നുന്നു ഫ്യൂച്ചർ എന്ന് പറയുന്നത് കണ്ടൻറ്റ് തന്നെയാണ്. കാരണം വ്യക്തികളെ നോക്കിയിട്ട് സിനിമ ചെയ്യുന്നൊരു സ്റ്റാറിനെ നോക്കി വ്യക്തികളെ നോക്കിയിട്ട് സ്റ്റാറെന്ന് മാത്രമല്ല നമ്മൾ ഡയറക്ടേഴ്സ് ആണെങ്കിലും ഞാൻ സൂക്ഷ്മദർശിനി ചെയ്തത് കൊണ്ട് അടുത്ത സിനിമ നന്നാവണമെന്നില്ല. എൻ്റെ അടുത്ത സിനിമയിൽ ഞാൻ ഇതുപോലെ ട്രീറ്റ് ചെയ്താൽ മാത്രമേ ആ സിനിമ നന്നാവുള്ളൂ. ഇത്രയും നല്ലൊരു കണ്ടൻറ് ഉണ്ടാക്കിയാൽ മാത്രമേ എനിക്കും അടുത്ത സിനിമയെ നന്നാവുള്ളൂ. ഞാൻ അത്രയും ഇനിയും കണ്ടൻറ്റിൽ വർക്ക് ചെയ്താൽ മാത്രമേ അടുത്ത സിനിമ സൂക്ഷ്മദർശിനിക്ക് അത്രയോ അല്ലെങ്കിൽ അതിൻ്റെ കൂടെ നിർത്താൻ പറ്റുള്ളൂ. അതാണ്. അപ്പോൾ നമ്മുടെ MCG എന്നുള്ള പേര് യൂട്യൂബിൽ അടിക്കാൻ നേരത്ത് വാട്ടർ അതോറിറ്റിക്കൊക്കെ വേണ്ടി ചെയ്തിട്ടുള്ള 12 വർഷം മുമ്പുള്ള ഒരു ഷോർട്ട് ഫിലിമിൻ്റെ ഒരു ആഡ് കാണാനുണ്ട്. പബ്ലിക് സർവീസ്. അതൊരു 50 സെക്കൻഡ് അടുത്തുള്ളതാണ്. അത് 12 വർഷങ്ങൾക്ക് മുമ്പാണ് യൂട്യൂബിൽ പബ്ലിഷ് ആയിട്ടുള്ളത്. അതായത് 12 വർഷങ്ങൾ എങ്കിലും ആയിട്ടുണ്ട് സിനിമ എന്നുള്ള സ്വപ്നം തലയിൽ കയറിയിട്ട്. വർഷങ്ങൾ ഇങ്ങനെ കൊഴിഞ്ഞു പോവുകയാണ്. അതിനകത്തൊരു ഫെയിൽഡ് അറ്റംപ്റ്റും ഉണ്ട്. ഈ പോകുന്ന വർഷങ്ങളുടെ എണ്ണം അത് ടെൻഷൻ അടുപ്പിച്ചിട്ടുണ്ടോ? ഇല്ല, ആക്ച്വലി ഞാൻ ആദ്യത്തെ പടത്തെ ഫെയിൽഡ് അറ്റംപ്റ്റ് ആയിട്ട് ഇപ്പോഴും കാണുന്നില്ല. അത് ആക്ച്വലി നോൺസെൻസ്. ഞാൻ പറഞ്ഞില്ലേ സൂക്ഷ്മദർശിനി ഉണ്ടായത് നോൺസെൻസും ഉണ്ടാ. അപ്പൊ അത് ഫെയിൽഡ് അറ്റംപ്റ്റ് അല്ലല്ലോ. അതെങ്ങനെയാ ഫെയിൽഡ് അറ്റംപ്റ്റ് ആവുക? അത് നോൺസെൻസിൽ നിന്നാണ് ഞാൻ പഠിച്ചത്. അത് സൂക്ഷ്മദർശിനി ഞാൻ പറഞ്ഞില്ലേ ഉണ്ടാവാൻ കാരണം തന്നെ നോൺസെൻസ് ആണ്. അത് ചെയ്തില്ലായിരുന്നു ചിലപ്പോൾ ഞാൻ സൂക്ഷ്മദർശിനി ചിന്തിക്കില്ല. ഇങ്ങനൊരു സെറ്റിങ്ങിൽ
നിങ്ങൾ നേരത്തെ പറഞ്ഞ സത്യേന്ദ്രഗഡ് സെറ്റിങ്ങിൽ ഹിച്ച്കോക്ക് മിസ്റ്ററി എന്ന് ഞാൻ ചിന്തിക്കുക പോലും ഇല്ല. ഓക്കെ. ആ ചിന്തിക്കാൻ കാരണം തന്നെ നോൺസെൻസ് ആണ്. ഈ നോൺസെൻസ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട്, എന്നെ നോൺസെൻസ് എന്ന് വിളിച്ചു തന്നൊരു ടീച്ചർ എനിക്കുണ്ടായിരുന്നു. അതിൽ നിന്നാണ് അങ്ങനത്തെ ഒരു ഐഡിയ വരുന്നത്. സ്കൂളിൽ പഠിക്കുമ്പോൾ സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മളുടെ ഡ്രീംസിനെ ഞാൻ പിന്നീട് ആ സ്റ്റേറ്റ്മെന്റ് പറയണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം അത് വേറൊന്നുമല്ല, ആ ടീച്ചർക്ക് കേൾക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടാവുമല്ലോ. അതെൻ്റെ മെച്യൂരിറ്റി ഇല്ലായ്മയായിട്ടാണ് പിന്നീട് എനിക്ക് തോന്നിയത്. ഒരു കാലത്തെ അതൊരു വേറൊരു പ്രായത്തിൽ തോന്നിയ ചില അങ്ങനത്തെ പറച്ചിലൊക്കെ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്ന് എനിക്ക് പിന്നെ തോന്നിയിട്ട്. ഈ അന്ന് റിയൽ ലൈഫിൽ നിന്ന് മനസ്സിലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ. അതായത് ഒരു പയ്യൻ ഇങ്ങനെ ഇതുപോലെ സൈക്കിളിൽ പോകുന്നു, അപ്പോൾ ആ പയ്യൻ ഉൾപ്പെടെ അത്ര കാര്യമായിട്ടല്ല കാണുന്നത്, അപ്പോൾ ഇതിനകത്തൊരു സിനിമയുണ്ടല്ലോ. അങ്ങനത്തെ വിഷയങ്ങൾ നമുക്ക് ചുറ്റപ്പുള്ള വിഷയങ്ങൾ മാത്രം ചിന്തിച്ചാൽ മതി നമുക്ക് നല്ല പുതിയ സിനിമയ്ക്ക്. ഞാനങ്ങനെയാണ് ചിന്തിക്കുന്നത്. ആക്ച്വലി നമുക്ക് റിലേറ്റബിലിറ്റി ഉണ്ടാവണം, അതിലൊരു പുതിയത് എന്തെങ്കിലും പറയാനുണ്ടാവണം. ഇതൊക്കെയാണ് ഞാനെപ്പോഴും ചിന്തിക്കുന്നത്. പിന്നെ ഞാൻ എപ്പോഴും ഹിസ്റ്ററിയിൽ എന്ത് സംഭവിച്ചു എന്ന് എപ്പോഴും അന്വേഷിക്കാറുണ്ട്. ഓക്കെ. അത് ഞാൻ എപ്പോഴും ഒരു സിനിമ ചെയ്യുമ്പം ഇതിനു മുമ്പ് എന്താ ചെയ്തു വെച്ചിരിക്കുന്നത് ഈ വിഷയത്തിൽ ഒരു അന്വേഷണം നടത്താറുണ്ട്. ആ അന്വേഷണത്തിൽ ഞാൻ എവിടെ നിൽക്കുന്നു, ഇത് സിനിമ ചെയ്യേണ്ട കാര്യമുണ്ടോ, ചരിത്രത്തിൽ ഇങ്ങനെ ഒരു സാധനം രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഇനി ഞാനായിട്ട് ചെയ്യേണ്ട കാര്യമില്ലല്ലോ എന്ന് വിചാരിക്കും. അല്ലെ ഇല്ല, ഇങ്ങനൊരു സാധനം ഇല്ല, എന്നാൽ പിന്നെ ഒരെണ്ണം ട്രൈ ചെയ്തേക്കാം എന്നാണ് ഞാൻ എപ്പോഴും. എനിക്കെപ്പോഴും യുണീക്നെസ് എപ്പോഴും ഉണ്ടാവണമെന്നുണ്ട്. ഇപ്പം ഞാൻ BMXലേക്ക് പോകുന്നതും അങ്ങനെയാണ്. ആക്ച്വലി എന്തെങ്കിലും ഒരു യുണീക്ക് പരിപാടി അതിനുണ്ടാവണം. ആ റിസർച്ചിൽ ഞാനൊരു ഡോക്യുമെൻ്ററി ആദ്യം ചെയ്തു, ഒരു ചെറിയ ഡോക്യുമെൻ്ററി. അത് BMXനെ കുറിച്ചായിരുന്നു. അപ്പോഴാണ് എനിക്കിത് ഈ പറഞ്ഞ പോലെ സിനിമയിലേക്ക് കൊണ്ടുവരാം. രണ്ട് കാര്യങ്ങൾ കൂടി ചോദിക്കാനുണ്ട്. ഒന്ന്, ഈ ക്ലൈമാക്സിലെ ട്വിസ്റ്റ് വരുന്ന ഒരു സമയം കൂടിയായിരുന്നു മലയാള സിനിമയുടെ. അതായത് 18-19 കാലത്തൊക്കെ ക്ലൈമാക്സിൽ ഒരു ഭീകരമായൊരു ട്വിസ്റ്റ് വരും, മൊത്തത്തിൽ തിരിയും. അതായത് വില്ലൻ നായകനാവും, നായകൻ വില്ലനാവും, അങ്ങനത്തെ ട്വിസ്റ്റുകൾ ഇപ്പോഴും അതിൻ്റെ പല വേർഷൻസ് ഒക്കെ നടക്കുന്നുണ്ട്. ഇപ്പോൾ കിഷ്കിന്താണ്ട ഉൾപ്പെടെ വിജയിച്ച മോഡലുകളും അതിനുണ്ട്. അത് പക്ഷേ സൂക്ഷ്മദർശിനിയിൽ കണ്ടിട്ടില്ല. അതായത് ഒരു 20 മിനിറ്റ് മുമ്പേ എന്താണെന്നൊക്കെ റിവീൽ ചെയ്തിട്ട് പിന്നെ അങ്ങോട്ട് പിന്നെ അത് വേറൊരു മോഡിലേക്കാണല്ലോ പോകുന്നത്. മൊത്തത്തിലൊരു രസമുള്ള, ഒരേ സമയം സർവൈവലും ഒരേ സമയം ഡാർക്ക് ഹ്യൂമർ ഒരേ സമയം ത്രില്ലറൊക്കെ ഉള്ള മൊമെൻറ്റിലേക്കാണ് അത് പോകുന്നത്, ആ സ്പേസിലേക്ക് അത് പോകുന്നത്. എന്തുകൊണ്ട് അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തു? എന്തുകൊണ്ട് രണ്ടാം ഭാഗം സിനിമയുടെ ഒരു ഭാഗമായിട്ട് വന്നില്ല? കാരണം ഇപ്പോൾ എല്ലാ പടങ്ങൾക്കും രണ്ടാം ഭാഗത്തിൻ്റെ സാധ്യത പറയാം. ചിലപ്പോൾ രണ്ടാം ഭാഗത്തിൻ്റെ ടൈറ്റിൽ തന്നെ എഴുതി കാണിച്ചുകൊണ്ടാണ് സിനിമ അവസാനിക്കുക. രണ്ടാം ഭാഗത്തിലാണ് ക്ലൈമാക്സ് ഇരിക്കുന്നത്, ഇനി രണ്ടാം ഭാഗത്തിലായിരിക്കും ഇതിൻ്റെ തുടർച്ച വരിക. അങ്ങനെയാണ് ഇപ്പോൾ മലയാള സിനിമയുടെ ഒരു ട്രെൻഡ് തന്നെ. ഈ രണ്ട് ട്രെൻഡുകളും എന്തുകൊണ്ട് ഭേദിച്ചു? ഇല്ല, ഇപ്പം മാനുവലിൻ്റെ സീക്രട്ടും മാനുവലിൻ്റെ മിസ്റ്ററി അവിടെ കഴിഞ്ഞല്ലോ. പ്രിയദർശിനിക്കാണ് പിന്നെയും ഒരു ഫ്യൂച്ചർ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അത്തരത്തിലുള്ള ഡിക്റ്റേറ്റീവിന് ഇനിയും സാധ്യതയുണ്ട്. കാരണം ഞങ്ങൾ ആക്ച്വലി ഈ ഒരു ഡ്രാമ, അതിലും ഈ ഡ്രാമ ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഒരുപാട് ഡ്രാമകൾ ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പേഴ്സണലി അതിനൊന്നും താല്പര്യം തോന്നിയില്ല. ഞാൻ ഉണ്ടാക്കിയ ഡ്രാമകളൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ആക്ച്വലി എനിക്കതിൽ എൻ്റെ പോരായ്മയായിട്ട് തന്നെ എനിക്ക് ഫീൽ ചെയ്തുകൊണ്ടാണ് ഞാൻ അതിലെ വിളിച്ചത്. അപ്പം എനിക്ക് ആക്ച്വലി ആ ഡ്രാമകളൊക്കെ ഫിറ്റിനായിട്ടുണ്ട്. ഇപ്പോൾ അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്, ആ ക്യാരക്ടറിൽ ആ ഫിറ്റിനായിട്ടുണ്ട്. അപ്പം ഇനിയും നല്ലൊരു ഡ്രാമ നമുക്ക് പ്രിയദർശിനിയുടെ ക്യാരക്ടറിന് പറ്റിയാൽ, ആ ഡ്രാമയിലേക്ക് ഫിറ്റിനാകാൻ പറ്റിയാൽ ഇത് വേറൊരു സ്കോപ്പുണ്ട് ആക്ച്വലി. സീക്വലിന് സാധ്യത ഉണ്ട്. സീക്വലിന് ആ ക്യാരക്ടറിന് സാധ്യതയുണ്ട്. മാനുവലിന്റെ സ്റ്റോറി അവിടെ ഫിനിഷ് ആയല്ലോ. മാനുവലിന് ഒരു ആവശ്യം. അത് ഈ സൂക്ഷ്മദർശിനി ഇതിൽ ഈ 1 തന്നെ സൂക്ഷ്മദർശിനി 2 എന്നൊരു എഴുതി വരൽ വേണ്ട, അതിൽ ആവശ്യമില്ലല്ലോ, ആ കഥ കഴിഞ്ഞില്ലേ. ഞാൻ പറഞ്ഞ പ്രിയദർശിനി എന്ന് പറയുന്ന ക്യാരക്ടറിന് അവളുടെ ക്യാരക്ടർ ട്രേറ്റ്സിന് ഇനിയും ഇങ്ങനത്തെ പരിപാടികളിലോട്ട് കിടക്കാം. പക്ഷെ ഇങ്ങനത്തെ ഒരു ജോഗ്രഫിയിൽ ഇനി പറയുന്നതിൽ അർത്ഥമില്ല. ഈ സത്യന്തിക്കാട് ഹിച്ചോക്ക് പരിപാടി ഇനി അത് റിപ്പീറ്റേറ്റീവ് ആവും, വേറൊരു സെറ്റിംഗ് ആയിരിക്കും ഇനി അതിന് വേണ്ടി വരിക. സത്യനന്ദിക്കാട് സാർ ഈ സിനിമ കാണുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അഭിപ്രായം അറിയാനോ അങ്ങനെ ഒരു കൗതുകം ഉണ്ടോ ഉള്ളില്? അങ്ങനെ ഞാൻ ചിന്തിച്ചിട്ടില്ല കേട്ടോ. ആക്ച്വലി അല്ല, ഞാൻ നമ്മളൊരു ഹിസ്റ്ററിയിൽ എന്ത് സംഭവിച്ചു എന്നുള്ളത് വെച്ചിട്ടാണ് ഞാൻ അങ്ങനെ ചിന്തിച്ചത്. നമ്മളിവിടെ ഒരു സ്റ്റഡി നടത്തി നമ്മളെ സിനിമയെക്കുറിച്ചും നമ്മൾ തന്നെ ചെറുപ്പം മുതൽ കണ്ടിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പം ഇവിടെ ഏറ്റവും കൂടുതൽ വർക്കായിട്ടിരിക്കുന്നത് എന്താണോ, നമ്മളെ ഓഡിയൻസിന് ഇഷ്ടം എന്താണ്, ഞാൻ അതിനെ ഒരു ബിസിനസ് ആംഗിളിലാണ് ചിന്തിച്ചത്. ആക്ച്വലി ആ ഇഷ്ടത്തെ നമുക്ക് എൻ്റെ സിഗ്നേച്ചർ അവിടെ പ്ലേസ് ചെയ്യാം. ആ രണ്ട് കോമ്പിനേഷനിലാണ് ഇതിൽ. എന്തായാലും മികച്ചൊരു സിനിമ, അതിനെ പ്രേക്ഷകർ സ്വീകരിച്ചിരിക്കുന്നു. എല്ലാ ടെംപ്ലേറ്റുകളെയും പൊളിച്ചു കളയുമ്പോഴും അതിനകത്ത് ഒരു കൃത്യമായ മാർക്കറ്റ് സ്റ്റഡി നടന്നിട്ടുണ്ട്. അതിൻ്റെ വിജയം തിയേറ്ററുകളിലും കളക്ഷനും ഒക്കെയായി നമ്മൾ കാണുന്നുണ്ട്. അതിൻ്റെ കോടിക്കണക്കുകളൊക്കെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. എന്തായാലും ഒരുപാട് ശ്രമത്തിൻ്റെയും സിനിമയോടുള്ള ആഗ്രഹത്തിൻ്റെ ഒക്കെ ബലമാണ് ഈ നിമിഷം എന്ന് വിചാരിക്കുന്നു. നേരത്തിന് ഒരുപാട് നന്ദി. സൂക്ഷ്മദർശിനി പോലെ അല്ലെങ്കിൽ നോൺസെൻസ് പോലെ യുണീക്കായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവരാനുള്ള ശ്രമം തുടരട്ടെ. സിനിമകൾ ഇനിയും സംഭവിക്കട്ടെ. നേരത്തിന് ഒരുപാട് നന്ദി. നമസ്കാരം.